ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റിൽ ഒരു ക്വസ്റ്റ്യൻ. എ ടെന്റ് ഇസ് ടു ബി മേഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഒരു ടെന്റ് ഉണ്ടാകണം. ഏത് ഷേപ്പിലാ? സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പ്. അപ്പോൾ ബേസ് എഡ്ജ് 6 മീറ്റർ. ബേസ് എഡ്ജ് എത്രയാണ്? 6 ആണ്. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 4 മീറ്ററുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി സ്ക്വയർ മീറ്റർ ഓഫ് ക്യാൻവാസ് ഇറ്റ് നീഡഡ് ടു മേക്ക് ഇറ്റ്? എത്ര സ്ക്വയർ മീറ്റർ ഓഫ് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്? എത്ര സ്ക്വയർ മീറ്റർ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഇതാണ് കണ്ടുപിടിക്കുന്നത്. ബേസ് എഡ്ജ് എത്ര വന്നിരിക്കുന്നത്? 6 തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്ര വന്നിരിക്കുന്നത്? 4 തന്നിട്ടുണ്ട്. സ്ക്വയർ മീറ്റർ ഓഫ് ക്യാൻവാസ് നമുക്ക് ആവശ്യമാണ്. എത്ര സ്ക്വയർ മീറ്റർ ഓഫ് ക്യാൻവാസ് ആവശ്യമാണ്? അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ അവര് ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടില്ല? സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടില്ലല്ലോ. അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് വേണ്ടേ? സ്ലാൻഡ് ഹൈറ്റ് ഉണ്ടെങ്കിൽ എത്ര ട്രയാങ്കിളാ നമുക്ക് മുകളിലുള്ളത്? 4 ട്രയാങ്കിൾ അല്ലേ? സ്ക്വയറിന് മുകളിൽ എത്ര ട്രയാങ്കിളാ? 4 ട്രയാങ്കിൾ വെക്കുമ്പോഴേ എന്തുണ്ടാകത്തുള്ളൂ? സ്ക്വയർ പിരമിഡ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്ലാൻഡ് ഹൈറ്റ്. തന്നിട്ടുണ്ട്. ബേസ് എത്ര തന്നിരിക്കുന്നത്? 6 മീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്ര തന്നിരിക്കുന്നത്? 4 മീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര ചരിവുള്ള ഒരു ട്രയാങ്കിളുകൾ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? എല്ല് ഇവിടെ കിടക്കുമല്ലേ? ഇക്വേഷൻ എന്താ? ഹൈറ്റും ബേസും ഉണ്ടെങ്കിൽ എന്താ? ഹൈറ്റും ബേസും ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണ് ഇക്വേഷൻ എന്താ? L is equal to root h square plus a by 2 അല്ലെങ്കിൽ a by 2 the whole square plus a by 2 the whole square plus h square എന്നും നമുക്ക് പറയാം. പറഞ്ഞൂടെ? റൂട്ട് h square എത്ര എവിടെ എഴുതിയിട്ടുണ്ട്? 4 സ്ക്വയർ പ്ലസ് a by 2 എന്ന് പറഞ്ഞാലോ a 6 ആ. അപ്പൊ എന്ത് വരും? 6 by 2 the whole square. അങ്ങനെ കൊടുത്തോ? 6 by 2 the whole square. 4 ന്റെ സ്ക്വയർ എത്ര? 16. 6ന്റെ പകുതി ആദ്യം എടുക്കണം. 6ന്റെ പകുതി എത്ര? 3. 3ന്റെ സ്ക്വയർ എത്ര? 9. is equal to root 25. ആൻസർ എത്ര വരും? 5. കണ്ടോ? 5. ഇനി നമുക്ക് എന്ത് എടുക്കണം? ഇതിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ. എന്തോ? ഏരിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊത്തം കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള ടോട്ടൽ ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്തത്? വേണ്ടിട്ടുള്ളൂ, ആവശ്യമായിട്ടുള്ള. അപ്പൊ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ, അപ്പൊ ആവശ്യമായിട്ടുള്ള ക്യാൻവാസ് മീറ്റർ കണ്ടുപിടിക്കാൻ, ആ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ ഇതിന്റെ കൂടെ ഏതിന്റെ കൂടെ? 1/2 ഇൻറ്റു 6 ഇൻറ്റു 4 ഇൻറ്റു അതിന്റെ കൂടെ ആരെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എഞ്ചിനീയറിംഗ്. കണ്ടോ? ഇവിടെ 2 കൊണ്ട് 6നെ കട്ട് ചെയ്തൂടെ? അല്ലെങ്കിൽ 4നെ കട്ട് ചെയ്തൂടെ? ഇഷ്ടമുള്ളത് കട്ട് ചെയ്യും. അപ്പൊ 2നെ കൊണ്ട് 4നെ കട്ട് ചെയ്യും. അപ്പൊ ആൻസർ എത്ര? D10. അപ്പൊ ഇനി മൊത്തത്തിലേക്ക് ഇൻറ്റു 6 ഇൻറ്റു 2 എത്ര? 12. 12 ഇൻറ്റു 5 എത്ര? 60 സെന്റിമീറ്റർ. ആൻസർ കിട്ടി നമുക്ക്. ഇവിടെ എന്താ എഴുതിയിരിക്കണം? This much canvas are needed. എഴുതി വയ്ക്കണം. ഓക്കെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകും. ആയിക്കട്ടെ. ഇതാണ് നമ്മളുടെ സ്ക്വയർ പിരമിഡ്. അതായത് താഴെയുള്ള സ്ക്വയർ ആണ് ഇത്. സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ മുകളിൽ വെക്കുന്ന ട്രയാങ്കിളിനായിട്ട് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. എത്ര ട്രയാങ്കിൾ ഉണ്ട് ഇതേപോലത്തെ? 4 എണ്ണം. അതിൽ ഒരെണ്ണം മോഡൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബേസും സ്ലാൻഡ് ഹൈറ്റും തന്നു കഴിഞ്ഞാൽ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രം ഓടി വരണം. അപ്പൊ അത് ആദ്യം തന്നിരിക്കുന്ന എഴുതി വയ്ക്കുക. ബേസ് എഡ്ജ് എത്രയുണ്ട്? 24. സ്ലാൻഡ് ഹൈറ്റ് എത്രയുണ്ട്? 18. ഇനി നമുക്ക് ആ എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? L square minus a by 2 the whole square അല്ലെങ്കിൽ a by 2 the square minus L square. ഇപ്പോൾ വലിയ സംഖ്യ ഏതാണോ അത് വെച്ചെടുക്കാം. അപ്പൊ 24. 24ന്റെ പകുതി എത്ര? 12. 12ന്റെ സ്ക്വയർ മൈനസ് 18ന്റെ സ്ക്വയർ. 12ന്റെ സ്ക്വയർ എത്ര? 144. 18ന്റെ സ്ക്വയർ എത്ര? 324. 144ന് 324 കുറച്ച് എത്ര കിട്ടും?
180 അല്ലേ? 180 ആണ് കിട്ടുന്നത്. ഇനി 180യുടെ റൂട്ട് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയാവോ? LCM എടുക്കാം. എന്തെടുക്കാം? LCM. എങ്ങനെയാണോ നോക്കിയേ. ഇതിനകത്ത് നമുക്ക് 5 കൊണ്ട് പറ്റും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് എടുക്കാം. 2 കൊണ്ടോ 3 കൊണ്ടോ 4 കൊണ്ടോ 5 കൊണ്ടോ ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ശ്രദ്ധിക്കുക, അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ. എളുപ്പം ഏതാ നിങ്ങൾക്ക്? 180ന് ഏതിലെടുക്കുന്ന എളുപ്പം? ഏതിലായിരിക്കും? 2. ഓക്കെ, എന്നാ 2ൽ എത്ര പ്രാവശ്യം? 90. അടുത്തത് 90 എത്ര? 2ൽ എത്ര പ്രാവശ്യം? 40. ഈ 45 എത്രയില്? 5ലല്ലേ പറ്റൂ? എത്ര പ്രാവശ്യം? 9. 9 എത്രയില്? 3ൽ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. വീണ്ടും ഈ 3 എത്രയില്? 3ൽ 1 പ്രാവശ്യം. മനസ്സിലായ LCM എടുക്കുന്നേ? ഓക്കെ, ഇവിടെ എത്ര 2 ഉണ്ട്? 2 ഇൻഡു എത്ര 3 ഉണ്ട്? 2 3. ഇനി 5 കൊണ്ട് 1 ഉണ്ട്. 5 എടുത്ത് എഴുതാം. 1ന്റെ ആവശ്യമില്ല, കാരണം 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെയല്ലേ കിട്ടുന്നത്. ഇനി ആവർത്തിച്ച് 2 എണ്ണം ഉള്ളതിനെ റൂട്ടിൽ നിന്ന് നമുക്ക് പുറത്തിറക്കാം. 2 എണ്ണം ഉള്ള ആരുണ്ട്? 2 ഉണ്ട്. റൂട്ടിൽ നിന്ന് പുറത്ത് വന്നു. ഇൻഡു ഞാൻ അടുത്ത 3 അല്ലേ? 3ഉം പുറത്ത് വന്നു. ബാക്കി ഇനി ഇല്ലാത്ത ആരാ? 5. 5ന് ജോഡിയുണ്ടോ? പെയർ ഇല്ല, അപ്പൊ 5. അപ്പൊ ആൻസർ 3 × 2 എന്താ? 6. 6√5. ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 6√5 സെന്റിമീറ്റർ. മനസ്സിലായ? നെക്സ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? അടുത്ത ഒരു സ്ക്വയറും ട്രയാങ്കിളും തന്നിട്ടുണ്ട്. ലൈക്ക് ദിസ്. ഇതേപോലുള്ളത് തന്നാൽ അതിൽ നിന്ന് ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? അടുത്ത ക്വസ്റ്റ്യൻ അതാ. ഇതെന്തോ തന്നിരിക്കുന്നവര്? ഇത് സ്ക്വയർ 27. താഴത്തെ ഇത് മുകളിലത്തെ ട്രയാങ്കിൾ. സ്റ്റാൻഡേർഡ് ആണോ തന്നിരിക്കുന്നത്? അല്ല. ഇതെന്താ തന്നിരിക്കുന്നത്? ലാറ്ററൽ എഡ്ജാ തന്നിരിക്കുന്നത്. അതെടുത്ത് എഴുതുന്നു നമ്മൾ. A = 24. ലാറ്ററൽ എഡ്ജ് E അല്ലേ? E എത്ര? 30. നമുക്ക് സ്റ്റാൻഡേർഡ് നേരിട്ട് തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ സ്റ്റാൻഡേർഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആ സ്ക്വയർ പിരമിഡ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഹൈറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് ട്രയാങ്കിൾ, ഇതാണ് ഹൈറ്റ് അല്ലേ? ഇതെന്താണ്? ബേസ് എഡ്ജ്. ഇതെന്താണ്? ലാറ്ററൽ എഡ്ജ്. അപ്പൊ ഇവിടെ നമുക്ക് ഹൈറ്റ് കാണണമെങ്കിൽ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡ് ഹൈറ്റും പിന്നെ ബേസ് എഡ്ജും ആണ് വേണ്ടത്. സ്റ്റാൻഡ് ഹൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം. സ്റ്റാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇതല്ലേ സ്റ്റാൻഡ് ഹൈറ്റ്? സ്റ്റാൻഡ് ഹൈറ്റ് ഇതാണ്. ആരുമായിട്ട് എടുക്കാൻ പറ്റൂ? എഡ്ജും ബേസും ആയിട്ട് അല്ലേ? അതിനകത്ത് എന്തൊക്കെ ഉണ്ട് നമ്മളെ കയ്യില്? ബേസും ഉണ്ട്, എഡ്ജും ഉണ്ട്. റൂട്ട് സ്റ്റാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E² - A/2. E എന്ന് പറഞ്ഞാൽ എത്ര? 30ന്റെ സ്ക്വയർ മൈനസ് A/2 എന്ന് പറഞ്ഞാൽ എത്ര? 12ന്റെ സ്ക്വയർ. അപ്പൊ 30ന്റെ സ്ക്വയർ എത്രയാ? 900. 12ന്റെ സ്ക്വയർ 140. ഇത് കുറച്ച് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ലാൻഡ് ഹൈറ്റ് കിട്ടും. 756. ഇനി 756ന്റെ എന്ത് കാണണം? LCM കാണണം. 756ന്റെ LCM എങ്ങനെയാ കാണുന്നത്? 2 കൊണ്ട് പറ്റത്തില്ലേ? 2 കൊണ്ട് എന്ന് പറ. 378. വീണ്ടും 2 കൊണ്ട് 189. വീണ്ടും 3 കൊണ്ട് എത്ര? 63. വീണ്ടും 3 കൊണ്ട് 21. വീണ്ടും 3 കൊണ്ട് എത്ര? ഇതിന് പറ്റുമോ? ഇല്ല. 7 കൊണ്ട് 1. അത് 7 അവിടെ നിർത്തിയാൽ മതി. അപ്പൊ ഇനി അവിടെ റൂട്ടിലോട്ട് കയറ്റുമ്പോ എത്ര 2 ഉണ്ട്? 2. എത്ര 3 ഉണ്ട്? 3. സിമ്പിൾ അല്ലേ ഇത്? ഇനി എത്ര 7 ഉണ്ട്? 1 7. ഇനി ജോഡി ആരാ? ഈ 2 പുറത്തു പോയി, ഈ 2 3 പുറത്തു പോയി. ബാക്കിയുള്ള ആരുണ്ട്? 3 × 7. 3 × 2 എത്ര? 6. 6 × 21 അല്ലെ? 6√21. 7 × 3 21 വരത്തില്ലേ? അപ്പൊ ഇവിടെ എന്താ കിട്ടി? 6√21. ഇതാണ് 6√21 ആണ് ഈ
സ്ക്വയറും ട്രയാങ്കിളും തന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് h is equal to L square minus a by 2 the whole square. L square എത്ര? L എത്ര? 6 root 20 1 the whole square minus a by 2 എന്ന് പറഞ്ഞാലോ 12 സ്ക്വയർ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 6 സ്ക്വയർ എത്രയാ? 36 ഇൻറ്റു 21 സ്ക്വയർ 21 തന്നെ മൈനസ് 140 കണ്ടോ? ഇനി ഇത് ഇങ്ങോട്ട് എഴുതുമ്പോ 36 ഇൻറ്റു 21 എത്ര കിട്ടും? 756 എത്ര കുറയ്ക്കണം? 144 കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 612. ഇനി ഈ 612 എന്തെടുക്കണം? LCM എടുക്കണം. 612 LCM എത്ര ഉണ്ട്? 2 ഉണ്ട്. എത്ര എണ്ണം? 306. വീണ്ടും 2 ഉണ്ട്. 153 അല്ലേ? പിന്നെ 3 ഉണ്ട്. 3 കൊണ്ട് പറ്റത്തില്ലേ? അപ്പൊ എത്ര വരും? 51. വീണ്ടും 51 പറ്റുമോ? 3 കൊണ്ട് പറ്റുമല്ലോ. 17 പറ്റുമോ? ഇല്ല, 17 ഇല്ല. എത്രയാണ്? ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? LCM എഴുതുന്നു. 2 × 2 × 3 × 3 × 17. 2 2 ജോഡി ഉണ്ടല്ലോ, വെളിയിൽ പോയി. 3 3 ജോഡി ഉണ്ടല്ലോ, ഇൻഡു കൊടുത്ത് വേണം വെളിയിലോട്ട് ഇറക്കാനേ. ഇല്ലാത്തത് ആറുക 17. അപ്പൊ ആൻസർ എന്താ വരും? 6 root 17. 6 root 17 ആണ് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നേരത്തെ കിട്ടിയ എത്രയായിരുന്നു ഹൈറ്റ്? 6 root 20. ഇവിടെ കിട്ടിയ എത്ര? 6 root 7. അപ്പൊ മകളെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നത് ഒരു കാര്യം ശ്രദ്ധിക്കാനാണ്. എന്താണ്? സ്ക്വയറും സ്ലാൻഡ് ഹൈറ്റും തന്നാൽ നേരിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഹൈറ്റ് കണ്ടുപിടിക്കാം. സ്ക്വയറും ലാറ്ററൽ എഡ്ജും തന്നാൽ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് ആരിലോട്ട് പോകാൻ പറ്റൂ? ഹൈറ്റിലോട്ട്. അപ്പൊ ഹൈറ്റ് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഹൈറ്റ് ചോദിച്ചാൽ ആരുണ്ടോന്ന് നോക്കണം, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ടോ എന്ന് നോക്കണം. മക്കൾ ഈ പോയിന്റ് ശ്രദ്ധിക്കണം. ഹൈറ്റ് ചോദിച്ചാൽ ആരുണ്ടോ നോക്കണം, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ടോ എന്ന് നോക്കണം. സ്ലാൻഡ് ഹൈറ്റ് ഇല്ലെങ്കിൽ നേരെ എന്ത് കണ്ടുപിടിക്കണം? സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് ഹൈറ്റിലോട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ആ ചെറിയ സ്ക്വയർ പിരമിഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ട് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ആ സ്ക്വയർ പിരമിഡ് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ ഈ ഇക്വേഷനൊക്കെ ഇട്ട് നമുക്ക് പടപടേന്ന് ചെയ്തു പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ക്ലിയർ അല്ലേ രണ്ടും? അപ്പൊ ആദ്യത്തെ ഒരു സ്ക്വയറും ട്രയാങ്കിളും തന്നു, രണ്ടാമതൊരു സ്ക്വയറും ട്രയാങ്കിളും തന്നു. രണ്ടിന്റെ വ്യത്യാസം എന്താ? ആദ്യത്തേനകത്ത് എന്ത് തന്നിരിക്കുന്നു? സ്ലാൻഡ് ഹൈറ്റ്. രണ്ടാമത്തേൽ എന്ത് തന്നിരിക്കുന്നു? ലാറ്ററൽ എഡ്ജ് തന്നിരിക്കുന്നു. എന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ചെയ്തത് മനസ്സിലായോ? LCM എടുക്കുന്ന മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും.